ഞങ്ങൾ യൂറോപ്പിൽ എത്തിച്ചില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന രണ്ട് പയ്യന്മാര് ഞങ്ങൾക്ക് മുന്നേ കമ്പനിയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമസ്കാരം, എൻ്റെ പേര് ശിവം. നമസ്കാരം, എൻ്റെ പേര് സഞ്ജയ്. ഞങ്ങൾ എവിഗേഡ് സൊല്യൂഷൻസ് വഴി ജനുവരി 31 റൊമേനിയയിൽ എത്തിയവരാണ്. ഞങ്ങളുടെ അയർമാദ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്നലെ ഞാനും സഞ്ജയ് ഒരു വീഡിയോ കാണുകയുണ്ടായി. ഏജൻസിക്കെതിരായിട്ട് രണ്ട് ലേഡീസ് നെഗറ്റീവ് എന്തോ പറയുന്നത്. ഇപ്പോൾ റൊമാനിയയിൽ നിന്ന് മാറി ഇറ്റലിയിലെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. പോരാനുള്ള കാരണം ഞങ്ങൾ ചാടി പോകുന്നത് വേറെ ഇതായിട്ടല്ല, ഞങ്ങൾക്ക് ആ കമ്പനിയിലുള്ള ബുദ്ധിമുട്ടുകളെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ അവിടെ നിന്ന് പോന്നപ്പോൾ ഈ കമ്പനിയുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയുന്ന വ്യക്തമായിട്ട് അറിയുന്ന രണ്ട് പയ്യന്മാര് ഞങ്ങൾക്ക് മുന്നേ ആ കമ്പനിയിൽ വന്നിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. ജിഷ നിഷ എന്നാണ് അവരുടെ പേര്. അവര് വന്ന് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നത്. 10 മണിക്കൂറാണ് ഡ്യൂട്ടി വന്നത്. അവിടെ വന്നപ്പോൾ അതൊരു 12 മണിക്കൂറായി. 12 സാലറി പോലും ഇല്ലാത്ത ടൈമിൽ ഞങ്ങൾ 12 മണി വരെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, 11 മണി വരെ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം വിളിച്ച സമയത്ത് അവര് ഇപ്പം ഗിരിനാഥ് എന്ന് പറഞ്ഞ ആളെ വിളിച്ച സമയത്ത് അവര് പറയുന്ന 1 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ യൂറോപ്പിൽ എത്തിച്ചില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിക്ക് TRC കിട്ടട്ടെ എന്നായിരുന്നു പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വെയിറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. ഞങ്ങളുടെ TRC വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ സാറിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പം സാറ് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങളെ വേറൊരു ഞങ്ങൾ 4 പേരും, അതായത് എന്നെ, സഞ്ജയ്, ജിഷേച്ചി, നിഷേച്ചി, ഞങ്ങൾ 4 പേരും വേറൊരു രാജ്യത്തേക്ക് മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ട്. കാരണം റൊമാനിയയിലേക്ക് അത് NOC ഇല്ലാതെ സാധ്യമാവില്ല എന്ന് അവർക്കും മനസ്സിലായിരുന്നു. അപ്പം ഞങ്ങളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ റെഡി ആയിരുന്നു. കാരണം വേറെ രാജ്യത്തേക്ക് പോകാൻ പ്രോസസ്സ് കുറച്ച് കൂടുതലാണ്. അങ്ങനെ 1 മാസം 1.5 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ TRC കിട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇവർ കോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം എടുത്തു, എന്നിട്ട് നിങ്ങളൊന്നും ചെയ്യരുത്, TRC പിന്നെ കുറച്ചു കാലം കൂടെ വെയിറ്റ് ചെയ്യണം. പക്ഷെ ഒരു രീതിക്കും വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാനും തീരുമാനിച്ചു. പക്ഷേ ആ സമയമാണ് ജിഷേച്ചിയോ നിഷേച്ചിയുടെ ഒരു കോമൺ ഫ്രണ്ട് ആരോ ഇറ്റലിയിലോ സ്പെയിനിലോ ആരോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. വരുന്നതിന്റെ മുന്നേ ഞങ്ങൾ ഇവരെ വിളിച്ച് സംസാരിച്ചത്. ആ 2 ദിവസം മുന്നേ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയാണ് ഞങ്ങൾ ജീവനോടെ നാട്ടിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇവരോട് ഞങ്ങൾ പാസ്പോർട്ട് ചോദിച്ച സമയത്ത് പിന്നെ ആ റെക്കോർഡും കാര്യങ്ങളെല്ലാം ഞാൻ ഇവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഞങ്ങൾക്ക് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് പാസ്പോർട്ട് ഒന്ന് മേടിച്ചു തന്നാൽ മതി. പിന്നെ ഒരു ദിവസമാണ് പെട്ടെന്ന് ലോണ്ടറിയിൽ എന്തോ ഒരു അവിടുത്തെ ഓണറായിട്ട് എന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. ആ ഒരു കാര്യം വെച്ചാണ് അവർ പാസ്പോർട്ട് മേടിച്ച് അടുത്ത ഡേ പോകാൻ റെഡിയായെന്ന് അവർ പറഞ്ഞത്, ഇറ്റലിയിലേക്ക് പോവുകയാണെന്ന്. അപ്പോഴും ഞാൻ ഒന്ന് തടഞ്ഞായിരുന്നു. കാരണം ഇല്ലീഗലായിട്ട് പോകണോ, കാരണം നാട്ടിലോട്ട് തിരിച്ചു പോവാന്ന് പറഞ്ഞത്. എന്നിട്ട് പോലും അവരുടെ സൈഡിൽ നിന്ന് ഒന്നും ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു വേറെ രാജ്യത്തേക്ക് പോകുമ്പോൾ ലീഗലാവണമെങ്കിൽ മിനിമം 2-3 വർഷം എടുക്കും. ആ സമയം ചില പ്രോബ്ലംസ് വരാം. പക്ഷെ അവർ അത് എന്താ പറയുക, അതവർക്ക് ബാധിക്കില്ല എന്നവരത് പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒരു റിസ്കില് ഞങ്ങൾ ഇറങ്ങി പോന്നു. കാരണം നമ്മൾ നാട്ടില് ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് രക്ഷപ്പെടണം എന്ന രീതിക്കാണ് യൂറോപ്പ് എന്ന് പറയുമ്പോൾ കയറി വരുന്നത്. അപ്പൊ ഈ കടങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് തിരിച്ച് ഇന്ത്യയിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു കോൾ വന്നു ഡോക്ടർ വിവേകിന്റെ വഴി. അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ വേറൊരു കൺട്രിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എന്നാണ്. അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഫീ വരും എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പം ആ സമയം ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലായിരുന്നു. പറഞ്ഞായിരുന്നു ഡോക്ടറിന്റെ ക്യാഷ് തരാൻ റെഡിയാണ്, നിങ്ങൾ എന്തെങ്കിലും സെറ്റ് ആകുമ്പോൾ നിങ്ങൾ തിരിച്ചു വന്നാൽ മതി, കുഴപ്പമില്ല, നിങ്ങൾ ഈ ചാൻസ് കളയരുത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഡോക്ടറോട് നന്ദിയേ ഉള്ളൂ. കാരണം ആ സമയം ആ ഒരു വേക്കൻസി കൺഫേം ആയപ്പോൾ ശ്രീനാഥ് സാർ എന്നെ വിളിച്ചായിരുന്നു, ശിവ ഇങ്ങനെ വേക്കൻസിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് റെഡിയായ നല്ലൊരു വേക്കൻസിയാണ്, ഞങ്ങൾക്കും ഡീറ്റെയിൽസ് ആണ്, ഞങ്ങളിപ്പം പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, മേ ബി വിതിൻ ഒരു 1 വീക്ക് 2 വീക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനൊരു ചാൻസ് കിട്ടും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് പറയുന്ന വീഡിയോസ് ചിലപ്പോൾ ഒരുപാട് വരും. ഇനി വരാനുള്ള ആൾക്കാർ അത് കേട്ട് ഡീമോട്ടിവേറ്റഡ് ആവരുത്. കാരണം നിങ്ങളിപ്പോൾ ഒരു രാജ്യത്തേക്ക് പോവുകയാണെങ്കിൽ കഷ്ടപ്പെടാൻ വേണ്ടി തന്നെ ഒരു മനസ്സായിട്ട് തന്നെ പോകണം. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യാം വരും. കാരണം നമ്മളിവിടെ വന്നേക്കാൻ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണ്, നമ്മൾ കഷ്ടപ്പെടാൻ തന്നെയാണ് വന്നത്. അപ്പം ടൈം എടുക്കും എല്ലാം സെറ്റ് ആവേണ്ടി, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം ചില ആൾക്കാർ ശരിയാണ്, ചിലരുടെ മൈൻഡ് അങ്ങനെയാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. ചിലത്